ഒളിച്ചോട്ടം എന്നൊക്കെ പറയുന്നത് ഇപ്പൊ വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഒരു വാക്ക് പോലും പറയാതെ ഒരാളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പരിപാടി ഇപ്പോ അറിയാലോ. അതേപോലെ തന്നെ ഒരു ബസ് കണ്ടക്ടറുടെ കേസ്, സ്വന്തം മകനെ പോലും അകറ്റി നിർത്തിയിട്ട് അയാളോട് ചെയ്ത ക്രൂരത കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അഖിൽ NRD, അഖിലേട്ടന് ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് എനിക്ക് ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. സംഭവം ഞാൻ ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണേക്കാട്ടി നല്ലത്, അതായത് അഖിലേട്ടന്റെ നാട്ടുകാരൻ തന്നെ ആയ ഒരാളുടെ അദ്ദേഹത്തിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ അത് കേട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. എന്താണ് അഖിൽ NRD വിഷയത്തിൽ സംഭവിച്ചത്? ഇത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയായത്. ഞാൻ ഇന്നലെയാണ് ഈ വിഷയം അറിഞ്ഞത്. ഇന്നലെ ഈ സോഷ്യൽ മീഡിയയിൽ അറിയുന്നതിന് കുറച്ചേരം മുമ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് 2 ദിവസം മുമ്പ് സംഭവിച്ചതാണ്. അഖിൽ NRD എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അഖിൽ NRDയുടെ വൈഫ്, ഇവര് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. വിവാഹം കുറച്ചാൾ മുമ്പാണ്. നേരത്തെ ഇവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു, പിന്നെ കുറെ ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് വിവാഹം നടക്കുന്നത്. രണ്ടുപേരും നല്ല ജോഡിയാണ്. അഖിലിനോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. കാരണം അവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടൂരുകാരാണ്. അപ്പൊ ആ ഒരു ഇഷ്ടം ഉണ്ടാവും. പിന്നെ അവന്റെ കണ്ടന്റ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് വളർന്നു വന്നൊരു ചെറുപ്പക്കാരനാണ്. അപ്പൊ അവനിങ്ങനെ സംഭവിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും വേദനയുണ്ടായി. കാരണം ഇന്നലെ സോഷ്യൽ മീഡിയയുടെ വിവിധ ഗ്രൂപ്പുകളിൽ ഈ സാധനം കത്തുമ്പോഴും ആളുകളൊക്കെ അയ്യോ എന്നാ പറഞ്ഞേ, അയ്യോ എന്താണ് അവന് സംഭവിച്ചത്, അങ്ങനെയാണ് ഇതെടുത്തത്, അല്ലാതെ ഒരിക്കലും മറ്റൊരു രീതിയിലേ പോയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവന്റെ ജീവിതത്തിലൊരു വല്ലാത്തൊരു എന്താ പറയാ, നല്ലൊരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരു ഡൗൺഫോൾ ആണ് ഇത് പറയുന്നവർ. കാരണം ഒരു പീക്കിലാണ്. മൂവിയിലൊക്കെ വന്നു, മൂവി അത്യാവശ്യം കളക്ഷൻ നേടി, വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും സാമ്പത്തിക ലാഭമാണ് പടം. അപ്പൊ അതിന്റെ ഒരു കാര്യത്തിലേക്ക് നിൽക്കുന്നു. ലൈഫിൽ ഇനിയും നല്ല കരിയറിൽ ഉയർച്ച എത്തുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഡൗൺഫോൾ സംഭവിക്കുന്നത്. സംഭവം ഇത്രയുള്ള അവളായിരുന്നു. നല്ല കുടുംബത്തിലെ പെൺകുട്ടിയാണ് കേട്ടോ. അത് നല്ല കുടുംബമാണ്, ഇവന് നല്ല കുടുംബമാണ്, അവർ നല്ല കുടുംബമൊക്കെ തന്നെയാണ്, ഒരു പ്രശ്നമില്ല. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഇവള് പഠിക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരാണ്, അവർ പഠിക്കാൻ വിട്ടു. ബസ്സിലാണ് പോയത്. ആ ബസ്സിൽ പോകുന്ന വരുമ്പോഴാണ് ആ ബസ്സിലെ കിളിയായിട്ട് 12 പയ്യൻ. ആലോചിച്ച് നോക്കി, കല്യാണം കഴിഞ്ഞതിനെയൊക്കെ വളയ്ക്കാൻ നടക്കുന്ന കുറെ അവന്മാരുണ്ട്. അതിന്റെ ആവശ്യം എന്താണ്? ഇതൊക്കെ വേറെ മാന്യമായിട്ടും വേറെ ആളുകൾ നോക്കിയ പോരെ. അപ്പോൾ ഇഷ്ടത്തിലാവുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഇവളെ കാണാതാവുന്നു. സ്വാഭാവികമായിട്ട് അന്വേഷിക്കും, ഞാൻ തട്ടിക്കൊണ്ട് പോയതാണോ, അങ്ങനെയല്ല. ആദ്യം ഇനി എന്തെങ്കിലും അപകടം പറ്റിയതാണോ, സ്റ്റേഷനിൽ പോകുന്നു, കംപ്ലൈന്റ് കൊടുക്കുന്നു, വീട്ടിൽ വരുന്നു, CCTV പരിശോധിക്കുമ്പോൾ ഇവൾ ബാഗും കൊണ്ട് പോയതാണ്. പോലീസുകാർ എല്ലാവരെയും വിളിക്കുന്നു. അവർക്ക് മറ്റേ പയ്യന്റെ കൂടെ പോകാനാ താല്പര്യം എന്ന് പറയുന്നു. ഇതിങ്ങനെയല്ല ശരിക്കും ചെയ്യേണ്ടത്. തുറന്നു പറയുക. ആ തുറന്നു പറയാനുള്ള സ്പേസ് ഉണ്ടാവണം എല്ലാ ഫാമിലിയിലും. എന്തും തുറന്നു പറയാനുള്ള സ്പേസ് ഉണ്ടാവണം. ആ തുറന്നു പറയുന്ന കാര്യങ്ങൾ പരസ്പരം അക്സെപ്റ്റ് ചെയ്യാനും പറ്റണം. ഇത് ചെറുക്കൻ്റെ ഭയങ്കര ഡൗൺഫോൾ ആയിരിക്കും. തിരിച്ചു വരാൻ വലിയ പാടാ. അത് മനുഷ്യരങ്ങനെയൊക്കെയാണ്. നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ആ ബന്ധം ഡിവോഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരാളുടെ കൂടെ പോകലാണെങ്കിലും ഒക്കെ അത് വല്ലാത്തൊരു ദുരന്തം സൃഷ്ടിക്കും. ആ ദുരന്തം നിങ്ങൾക്കുണ്ടാകുമല്ലോ, ഓരോ വ്യക്തിക്കും ഇൻഡിവിജ്വലായിട്ട് ഉണ്ടാകുമ്പോൾ മാത്രമേ വ്യക്തിക്ക് മനസ്സിലാവുള്ളൂ. അല്ലാത്തത്തോളം കാലം അതൊക്കെ ഇങ്ങനെ കണ്ട് പറയൽ മാത്രമായിരിക്കും. അത് വല്ലാത്തൊരു ഡൗൺഫോളിലൂടെ ആയിരിക്കും. അപ്പൊ ഞാൻ കടന്നു പോകുന്നില്ല, വിഷമത്തിനൊപ്പം നിൽക്കുന്നു. ഒരിക്കലും ഇതൊന്നും കാണിക്കരുത്. അത് വല്ലാത്ത ക്രൂരതയാണ്. എന്തായാലും ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ സിനിമയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷനും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പീക്ക് ടൈം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഈ സമയത്ത് തന്നെ ഇങ്ങനെ ആവുമ്പോൾ നല്ല രീതിയിൽ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അതായത് അഖിലേട്ടന്റെയും ചേച്ചിയുടെയും വോയിസും കാര്യങ്ങളൊന്നും. അവർക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളൂടി നമ്മൾ കേൾക്കണമല്ലോ. ചേച്ചി ആദ്യമായിട്ട് ചേട്ടന്റെ സ്ക്രീനിൽ കാണുന്നല്ലേ, വലിയ ബിഗ് സ്ക്രീനില് എങ്ങനെയുണ്ടായിരുന്നു ചേട്ടൻ? സെക്കൻഡ് ടൈം ഇതിന് മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അല്ലേ ഇത് മെയിൻ റോൾ ചെയ്യുന്ന എന്ത് തോന്നുന്നു ചേട്ടൻ? ചേട്ടൻ എന്താ പറയുന്നത്, ആദ്യം ഇങ്ങനെ സിനിമ മെയിൻ ക്യാരക്ടറായിട്ട് ഒരു സിനിമ ഇറങ്ങിയേക്കാണെങ്കിൽ സന്തോഷം. ഞാൻ എല്ലാവരും പറയാം സംഭവിച്ചത്. ഇത് നമ്മളല്ല പറഞ്ഞു, ഞാൻ എത്ര പറഞ്ഞ കാര്യമില്ല, കാണുന്ന ആൾക്കാരല്ല പറയാം. നിങ്ങൾ പറഞ്ഞ എന്ത് ഫീൽ ചെയ്ത് കണ്ടിരുന്നു? ബഡ്ജറ്റിന്റെ നമ്മള് ചെറിയ ബഡ്ജറ്റ്, ചെറിയ പ്രൊഡക്ഷൻ ഹൗസ്, ചെറിയ ആർട്ടിസ്റ്റുകൾ, അപ്പൊ അതിന്റെയൊക്കെ ചെറിയൊരു കാണും. മാക്സിമം ഞങ്ങൾ നല്ലോണം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പിന്നെ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ അറേഞ്ച് മാരേജ് പോലും അല്ല, ലവ് മാരേജ് ആണ്. പരസ്പരം എല്ലാം അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടൊക്കെ തന്നെയാണല്ലോ. എന്നിട്ടും ഇതേപോലത്തെ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാന്ന് പറയുമ്പോൾ അഖിലേട്ടന്റെ ഒരു ചിരിച്ച ഫേസ് മാത്രമേ നമ്മൾ പുറത്ത് കണ്ടിട്ടുള്ളൂ. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാരും ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടായിരിക്കാം കോണ്ടന്റ്സ് ഒക്കെ എടുക്കുന്നതും നമ്മളെ ചെറുപ്പിക്കുന്നതും. എന്തായാലും ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലൊന്നും പോയിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങൾ ലവ് മാരേജ് ആണോ? ലവ് മാരേജ്. എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ഷൈ വേണ്ടല്ലോ. അവിടെ ഒരു മടി ഉണ്ടായില്ല. എവിടെ ഷബീഖിനെ കണ്ടേ? അത് എന്റെ വീടിനടുത്ത് തന്നെയാണ് വീട്. ഞങ്ങള് അത് ഈ പറഞ്ഞ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല.
എനിക്കൊന്ന് അവർ അച്ഛനെ കണ്ടുണ്ട്. ഉം. അച്ഛനെ എനിക്കറിയാം. അപ്പൊ മിണ്ടിയതിന് ശേഷമാണ് അറിയുന്നത് ഇന്ന ആളുടെ അല്ല മിണ്ടണെങ്കിൽ ആദ്യം എവിടെയാ കണ്ടേ? സോഷ്യൽ മീഡിയയിൽ ഓ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് ചാറ്റിംഗ് തുടങ്ങി. ചാറ്റ് ചെയ്തു. ഓക്കെ. പിന്നെ ഫോൺ വിളിച്ചു. ആ. അങ്ങനെ കുറച്ചുകൂടെ അടുത്തു. ഉം. പിന്നെ വിചാരിച്ചു ഒരുപോലെ പോവാം. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായത്, പക്ഷെ നല്ലത് പിന്നെ അവർക്ക് മനസ്സിലായി ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. അപ്പൊ രണ്ട് വീട്ടുകാർക്ക് ഓക്കെ ആയി. പിന്നെ അവർ സംസാരിച്ചു. ഞാൻ അവസാനം ഒരു കല്യാണത്തിൽ എത്തിച്ചു. മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാ? ഇതേപോലെ എത്ര ഇൻട്രോവേർട്ട് ആണോ? അവളും കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അവർ ഈ പറഞ്ഞോട്ട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറെ കൂടെ ധൈര്യശാലിയാ. ഈ പറഞ്ഞ ഗേൾസ് കുറച്ചുകൂടെ സ്മാർട്ടാണ്. കാര്യങ്ങളൊക്കെ നല്ല ചെയ്തോളൂ. അപ്പോ മേഘ ഇപ്പത്തെ സൈഡിൽ നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മേഘയില് എന്തെങ്കിലും ഇതുകൊണ്ട് തന്നെ മേഘ മാക്സിമം അഖിലിനെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഫുൾ ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട് അല്ലേ? ആ ഒരു എനർജി ലെവലിലാണ് അഖിൽ എനിക്കിപ്പോ തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റ് ആവാൻ പറ്റും അല്ലേ ആവാൻ പറ്റുന്നത്. ഒരാണിനെ ഏറ്റവും കൂടുതൽ തകർക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ എന്തറിയോ, ഇതേപോലത്തുള്ള വിഷയങ്ങളൊക്കെ തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും കൂടുതൽ കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അവരുടെ രണ്ടുപേരുടെ സൈഡിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനുണ്ട്, ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ട്സിലൊന്നും പോയിട്ട് തെറിവിളിയും കാര്യങ്ങളൊന്നും പറയാതിരിക്കുക. അപ്പൊ എന്തായാലും ഇത്രയും ശേഷം നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. തീർച്ചയായിട്ടും അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ബൈ.